Hi dears, welcome to Ashbi Creations. We will beautiful neck embroidery. I will fox jot fabric. White color pearls golden color cut beads. Silk thread. This two color silk thread, red and rose color silk thread. നമുക്ക് ആദ്യം പാറ്റേൺ നോക്കാം. പാറ്റേൺ ഇതാണ് നമ്മുടെ പാറ്റേൺ. അപ്പോൾ ഇത് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ പാറ്റേൺ ട്രേസ് ചെയ്യാനായിട്ട്. അപ്പം മുകളിൽ നിന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 11 ഇഞ്ച് ഒരു ലൈൻ വരച്ച് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. സെൻറ്റർ ഭാഗത്ത് നിന്ന് നെക്കിൻ്റെ തൊട്ട് താഴെ നിന്ന് വേണം ഈ ഒരു 11 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഈ ഒരു ആംഹോളൊക്കെ മാർക്ക് ചെയ്യുന്ന സ്കെയിൽ എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ഡിസൈൻ നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം ഏറ്റവും ടോപ്പിൽ നിന്ന് ആ ഭാഗത്ത് നിന്ന് നമുക്ക് ഈ ഒരു സ്കെയിലൊന്ന് ചരിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു കർവ് ഷേപ്പിലൊന്ന് ലൈൻ വരച്ചു കൊടുക്കുക. പിന്നെ അവിടുന്ന് തന്നെ അപ്പോൾ നമ്മൾ രണ്ടാമത് എൻഡിങ്ങില്ലേ ആ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗം വരച്ചു കൊടുക്കുക. പിന്നെ വീണ്ടും സ്കെയിൽ തിരിച്ച് വെച്ചിട്ട് അടുത്ത ഭാഗം വരച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഈ ഒരു ഡിസൈൻ നമ്മൾ ആ ലൈൻ വരച്ച ഭാഗത്തെല്ലാം ഇതുപോലെ റൗണ്ട്സ് വരച്ച് വെച്ചെടുക്കേണ്ടത്. അതെല്ലാം ഫ്ലവേഴ്സാണ്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് കട്ട് ബീഡ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ആ റൗണ്ടുള്ള ഭാഗത്തൊക്കെ നമുക്ക് ആദ്യം സെൻറ്റർ ഭാഗത്തായിട്ട് പേൾസ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് കളറിലെ പേൾസ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുവാണേ. തൊട്ടടുത്തായിട്ട് നമുക്കൊന്ന് പേൾ ഫിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതിന് ചുറ്റുമായിട്ട് റിംഗ് നോട്ട് ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ റെഡ് കളറിൽ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. അതൊരു 10 സ്ട്രാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ 2 പ്രാവശ്യം ഒന്ന് മിഡിലിൽ ചുറ്റിയിട്ട് പതുക്കെ താഴേക്കൊന്ന് വലിച്ചു കൊടുക്കുക. ഒരു ഭാഗത്ത് റെഡ് കളറിലാണെങ്കിൽ അടുത്തത് വരുമ്പോൾ പിങ്ക് കളറിലെ ത്രെഡ് വെച്ച് കൊടുക്കണേ. മാറ്റി മാറ്റിയാണ് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കതിന് ലോക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ലോക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ ആദ്യം നമുക്ക് ത്രെഡ് ഒന്ന് താഴേക്കൊന്ന് വലിച്ചു കൊടുക്കാം. നമുക്ക് അടിയിൽ ലോക്ക് ഇട്ട് കൊടുക്കുന്നത് ആദ്യം ഒന്ന് ത്രെഡ് എടുക്കുക. എന്നിട്ട് ഇത്രയും ഭാഗമാക്കി വെക്കുക. എന്നിട്ട് ഒരു പ്രാവശ്യം ചുറ്റി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ചുറ്റിയിട്ട് പതുക്കെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അവിടെ ലോക്കായിട്ട് ഇരുന്നോളും. പിന്നെ നമുക്കത് അഴിഞ്ഞൊന്നും പോരത്തില്ല. ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആ ലൈൻ നമ്മൾ ഫസ്റ്റ് ലൈൻ നമ്മൾ വരച്ചില്ലേ ഒരു 11 ഇഞ്ചിൻ്റെ ആ ഒരു ലൈനുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ബീഡ്സ് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവിടെ എവിടെയൊക്കെ ആയിട്ട് നമുക്ക് ബീഡ്സും കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാവേ.
ഒത്തിരി അടുപ്പിച്ച് വേണ്ട, നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇതുപോലെ നെക്കിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ, നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്തേക്കാണ് ഈ ഒരു ഡിസൈൻ നമുക്ക് വരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.